അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി റെഡിയായി ഒരിടം വരെ പോവുകയാണ്. രാവിലെ 7 മണിക്ക് ഇറങ്ങണമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ ഞങ്ങളുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് തന്നെ 8 മണിക്കാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്, സ്വാഭാവികം മാത്രം. അങ്ങനെ രാവിലെ ഇറങ്ങി കൊട്ടിയത്തെ ബ്ലോക്കൊക്കെ താണ്ടി എപ്പോഴങ്ങ് എത്തുമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു കേട്ടോ. പക്ഷേ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, വിചാരിച്ചനക്ക് അങ്ങനെ ടെൻഷനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പെയ്യെ ആണെങ്കിൽ ഞങ്ങൾ ഒരു സമയം എപ്പോഴത്തേക്ക് അങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നു. തലേ ദിവസം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പൊടി പടലങ്ങൾ ഇല്ലാത്ത റോഡ് നമുക്ക് കാണാൻ പറ്റും. എന്തോ കുറെ നേരം അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു ക്ഷീണം, ഞാനൊന്ന് കിടക്കട്ടെ. ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിനി നേരെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. കുറച്ച് സമയം ഞാനൊന്ന് ഉറങ്ങിയിട്ടൊന്ന് എണീറ്റു. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് കയറാമല്ലേ നേരെ. ഓക്കെ, എന്നാലും ബാക്കി നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. ഭയങ്കര ബ്ലോക്ക് ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ എത്തി. നമ്മുടെ കാര്യങ്ങളെല്ലാം സെറ്റായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു ആവശ്യത്തിന് ഞങ്ങൾക്ക് ഒരിടത്തും കൂടി കയറാനുണ്ടായിരുന്നു. ശ്രീകുട്ടി അവിടെ എത്തിയപ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അല്ല എന്ന്. പക്ഷെ ഒരാൾ കേട്ടില്ല. ശ്രീകുട്ടി പറഞ്ഞതാണ് സത്യം എന്ന് ഉണ്ണിക്കുട്ടൻ മനസ്സിലാക്കിയ നിമിഷം കേട്ടോ പോയി കാണുന്നത്. അങ്ങനെ നേരെ വന്ന് പെയ്യ വണ്ടി കയറി. ഒരു 10 വട്ടം ഞാൻ പറഞ്ഞു അതല്ലേ പ്രായം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇളവര് പറയുന്നത് കേൾക്കണം. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എവിടെ പോയെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. എവിടെ എന്നുള്ളത് രാത്രി 8:30ക്കുള്ള ലോങ് വീഡിയോയിൽ പറയാം കേട്ടോ.